ഉണ്ണി മുകുന്ദനുമായി പേഴ്സണലി കോൺടാക്ട് ഇല്ല നിലവിലുണ്ടോ? ബ്രദർ, എനിക്ക് കോണ്ടാക്ട് ഇല്ല. എനിക്ക് കോണ്ടാക്ട് വെക്കാനും താല്പര്യമില്ല. കാരണം എന്റെ അച്ഛനും അമ്മേനെയും അങ്ങേര് വിളിച്ച തെറി ചീത്തയ്ക്കൊക്കെ ആ വ്യക്തിക്ക് ഹിന്ദിയിലൊക്കെയാണ് തെറി പറഞ്ഞത്. അതൊന്നും ഈ കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പോഴും മറന്നോ അതോ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇനി ഏത് ദൈവം തമ്പുരാനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങേര് പഴയ വീഡിയോസ് ഒക്കെ കുത്തി പോകുന്നുണ്ട്. അങ്ങേരെ വെച്ച് ഞാൻ അരി ഉണ്ടാക്കുന്നു ചെയ്യുന്നു അങ്ങനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓരോ ജനങ്ങളും കൊടുത്ത അരിയാണ് ഇവിടുത്തെ എല്ലാ നടന്മാരും നടിമാരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാസിന് വേണ്ടി പറഞ്ഞു തീർക്കേണ്ട വർത്താനങ്ങളും അത് കൊട്ടിഘോഷിക്കേണ്ട കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാൻ ഞാൻ റെഡി അല്ല. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. ഞാൻ ആ പടത്തിനെ കുറിച്ചിട്ട് ഒരു ഡീഗ്രേഡിങ്ങും നടത്തിയിട്ടില്ല. എന്റെ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു ഗ്രഡ്ജും ഇല്ല, ഒരു ഹെയ്റ്റും ഇല്ല, ഒരു തരത്തിലുള്ള ഡിസ്ട്രോയിങ് എലമെന്റ്സും ഇല്ല. പടം കാണണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ PR വർക്കിൽ മലയാളികൾ വീഴാടുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതാണ് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ വീഡിയോയുടെ തുടക്കത്തിൽ ഇപ്പോൾ ആ ബണ്ണ് കടിച്ചു പിടിക്കുന്നതായിക്കോട്ടെ, അതൊരു സറ്റാരിക്കൽ മോഡിലാണല്ലോ അത് ചെയ്തത്. അതിപ്പോൾ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു സറ്റാർ മോഡിൽ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ആ വീഡിയോയുടെ ടോൺ തന്നെ മാറില്ലേ? അതിനുശേഷം നമ്മളിപ്പോൾ എന്ത് നല്ലത് പറഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ വരുന്നത് 3 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് ആണല്ലോ. ഞാൻ ബന്ന് കടിച്ചു പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ അടുത്ത ഡയലോഗ് എന്താ, ഞാൻ ഈ പടം കണ്ടിട്ട് ഞാൻ അത്ര ഹൈ ആയി പോയി. എനിക്ക് അത്രയും ഹൈ വന്നിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഇത് ഈ നാട്ടുകാർ പറയുമ്പോൾ ഇതിപ്പോ എല്ലാരും അശ്വിൻ കോക്കാണോ? അശ്വിൻ കോക്കിന് ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പടത്തിൽ അപ്പിയറൻസ് ഇട്ട് വന്നിട്ട് ആ പടത്തിനെ ട്രോള്. ഐ എം നോട്ട് അശ്വിൻ കോക്ക്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ആ പടത്തിന് ഹൈ തോന്നി ഞാൻ ചെയ്തു. അതൊരു സറ്റാർ മോഡി ചെയ്തതല്ല. ഞാൻ അങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ പല്ല് കടിച്ചു പിടിച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ പോരെ, ട്രോളി വിട്ടാ പോരെ പടത്തിന്. ഞാൻ അതിന് വരെ എന്താ പറയാ, എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുടെ ചെവി ഞാൻ കടിച്ചു പറഞ്ഞു. എനിക്ക് എത്രത്തോളം ഹൈ ആണ് കിട്ടിയത്, എത്രത്തോളം കിക്കാണ് പടത്തുനിന്ന് കിട്ടിയത്. ഞാൻ അങ്ങനെ വയലൻസ് സിനിമ കണ്ടിട്ട് കിക്കാവുന്ന ഒരാളാണ്. അപ്പൊ കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിലെ കഥ കുറച്ച് എന്താ പറയാ ശോകമായിട്ട് തോന്നി, പാസം എലമെന്റ്സ് കുറച്ച് ശോകമായിട്ട് തോന്നി. അത് പറയാൻ പാടില്ലേ കേരളത്തില്? തീർച്ചയായും പറയാം. ഞാൻ ചോദിച്ചത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എന്ന് പറഞ്ഞ ആളുകളുടെ കോമന്റ്സിന് കാരണം ഇതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആളുകൾ എങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാലോ? എസ്പെഷ്യലി ആ ഉണ്ണി മുകുന്ദനായിട്ടുള്ള ഫോൺ കോളിന് ശേഷം ഉണ്ണി മുകുന്ദനെ പറ്റി എന്ത് നെഗറ്റീവ് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ അത് ആളുകൾ അതുമായിട്ട് കണക്ട് ചെയ്യും. അതൊരു നാച്ചുറൽ പ്രോസസ് അല്ലേ സായി? അതെ, ആ നാച്ചുറൽ പ്രോസസ്സിനെ ഫ്ലയർ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള PR വർക്ക് കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത ഞാൻ ഇതിന് ശേഷം ഉണ്ണിമൂന്തനെ കുറിച്ചിട്ടും ഉണ്ണിമൂന്തൻ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കുറിച്ചിട്ടും അയാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. സപ്പോർട്ട് ചെയ്ത എലമെന്റ്സ് ഒന്നും കാണാതെ എന്റെ ഈ പറഞ്ഞ ക്രിട്ടിസൈസ് ചെയ്ത മൂവ്മെന്റ്സും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത കാര്യങ്ങൾ മാത്രം എടുത്ത് വച്ച് അത് മീമും ട്രോളും ആക്കി വിടുമ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കണം? ആൻഡ് ഐ നോ സം ഓഫ് ദ ലൈക് പേഴ്സണലി കുറച്ച് ചാനലുകൾ, ട്രോൾ ചാനൽസിന് ഇത് വാണ്ടഡ്ലി ചെയ്തോ. ആൻഡ് ഇത് മാത്രമല്ല, ഇവരുടെ ഗ്രൂപ്പുകളിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാവില്ലേ, ഒരാളെ ഇതേപോലെ ഇട്ടിട്ട് ഇന്നാ കൊടുത്തോ കമന്റ്, ഇന്നാ അടിച്ചോ എന്ന് പറഞ്ഞ് ഇടുന്ന സമയത്ത് ഇവനെ അൺസബ്സ്ക്രൈബ് ചെയ്യും. ഉണ്ണി മുകുന്ദന്റെ ടീം ഇപ്പോഴും സായി വേട്ടയാടുന്നുണ്ടെന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? ഞാൻ ഉണ്ണിമുന്തന്റെ ടീം എന്ന് പറയില്ല ബ്രോ. അങ്ങേർക്ക് എന്നോട് എന്ത് ഹെയ്റ്റ്, ആ പറഞ്ഞ വ്യക്തിക്ക് എന്നോട് എന്ത് ഹെയ്റ്റ്, അയാൾ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. നിങ്ങൾ എന്നെ ഉണ്ണിമുന്തനുള്ള കമ്പാരിസൺ നിങ്ങൾ നിർത്തുക. അത് നിങ്ങൾ അങ്ങേരോട് കമ്പാരിസൺ അല്ല സായി, അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ രണ്ട് വ്യക്തികളുടെ പേര് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് കമ്പാരിസൺ. ആ വ്യക്തിക്ക് എന്നോടായിട്ട് നോ ലേനാദേന ഒന്നും തരാനും പോകാനും ഇല്ല അങ്ങേർക്ക്. ഈസ് ഡൂയിങ് ഹിസ് ജോബ്, ഐ എം ഡൂയിങ് മൈ ജോബ്. ഇവിടെ ചെയ്യുന്നത് പക്ക രാഷ്ട്രീയം. ഞാൻ ആ മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരുമാതിരി ഭക്തി കുത്തി കയറ്റിയിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളത്. കാരണം ഞാൻ ഒരു ഭക്തനോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ അല്ല. അന്ന് മുതൽ എനിക്ക് ഈ പറഞ്ഞ സംഘ എലമെന്റ് ടീമുകളോടും ഈ പറഞ്ഞ പേജുകളോടുമുള്ള പ്രശ്നങ്ങൾ അവരിപ്പോ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ ആണ് കാര്യം. ആൻഡ് അതിനെ എസ്കലേറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കമന്റ്സും ഹെയ്റ്റ് വീഡിയോസ് വരുന്ന പേജുകളും ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിനെ ചോപ്പ് കൂടിയായിരിക്കും അല്ലെങ്കിൽ സാഫ്രോൺ കൂടിയായിരിക്കും. ഈതർ ഇറ്റ്സ് ഫ്രം എ കമ്മി ഓർ ഇറ്റ്സ് ഫ്രം എ മറ്റേ സംഗി. എനിക്ക് വെരി ക്ലിയർ ആണ് എനിക്ക് എവിടുന്ന അറ്റാക്ക് എന്നുള്ളത്. എനിക്കൊരു ഉണ്ണിമുന്തന്റെ സിനിമ ഇറങ്ങി നെഗറ്റീവ് വന്നുകൊണ്ട് മാത്രം വരുന്ന അറ്റാക്ക് ഒന്നുമല്ല. ഞാൻ ഡെയിലി ബേസിസും ഇതേപോലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള അറ്റാക്കുകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ എനിക്ക് അതിന് കൃത്യമായിട്ട് ഓഡിറ്റ് വെക്കാൻ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ വ്യക്തി എന്റെ അച്ഛനും അമ്മേനെയും ചീത്ത പറഞ്ഞതിന് എനിക്ക് ആ വ്യക്തിയോട് തീർത്താ തീരാത്ത ദേഷ്യം. അത് ആ വ്യക്തി എന്നല്ല, എന്റെ അച്ഛനും അമ്മേനെയും ചീത്ത പറഞ്ഞാൽ എനിക്ക് ആ ദേഷ്യം വരും. കാരണം ഞാൻ ആ വ്യക്തിയുടെ അച്ഛനും അമ്മേനെയും ചീത്ത പറഞ്ഞിട്ടില്ല.